ഞാൻ പോണില്ല. ഇതാണ് നീ ധൈര്യമായിട്ട് പോ. ഞാനല്ലേ പറഞ്ഞ ധൈര്യമായിട്ട് പോ. ഞാൻ തിരികെ വരികയാണെങ്കിൽ കാണാം. നിങ്ങൾ പറയൂ, നിങ്ങളുടെ നാട്ടിലെ സ്കൂള് തുടർഭരണത്തിന്റെ മെച്ചമുണ്ടായിട്ടില്ലേ? സ്കൂളുകൾ അടച്ചുപൂട്ടിയിരുന്ന ഒരു കാലാണ്. പറഞ്ഞു വന്നത് എന്റെ ജ്ഞാനദൃഷ്ടിയിൽ പതിഞ്ഞൊരു സത്യം. നിങ്ങളുടെ നാട്ടിലെ സ്കൂള് തുടർഭരണത്തിന്റെ മെച്ചമുണ്ടായിട്ടില്ലേ? സ്കൂള് തുറക്കാൻ കഴിയാതിരുന്ന കാലാണ്. സ്കൂള് തുറക്കുമ്പോൾ പാഠപുസ്തകവും യൂണിഫോം ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി നമ്മൾ മെച്ചപ്പെട്ട നിലയിലേക്ക് മാറി. ഞാൻ കുത്തിപ്പിടിച്ച് വായിക്കും. നമ്മുടെ പൊതുജനാരോഗ്യത്തിൽ വലിയ നേട്ടങ്ങൾ, നമ്മുടെ രാജ്യത്താകെ ശ്രദ്ധിക്കുന്ന വിധമുള്ള നേട്ടങ്ങൾ. ഞങ്ങൾ എത്ര വിളിച്ചിട്ടും അമ്മ മെഡിക്കലിലേക്ക് വരാൻ തയ്യാറാവുന്ന ഹൃദയമാറ്റ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. പരിമിതികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും പരിഹരിക്കാം. ഷാജി ഏട്ടാ, ഇവിടെ അങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ നേട്ടമുണ്ടായി. പോട്ടെ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വലിയ തോതിൽ വർദ്ധിപ്പിച്ചു. ഇങ്ങനെ നേട്ടവും മറ്റു കാര്യങ്ങൾ. അപ്പോൾ ശ്രീ പി ജി സുരേഷ് പറയുകയാണ്, നിങ്ങൾ ഇതൊക്കെ എണ്ണി പറഞ്ഞ് തന്നെയാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോയത്. അതിന്റെ അർത്ഥം ഇത് പറയരുതെന്നാണോ? അതിന്റെ അർത്ഥം വെൽ ഗവേണൻസ് ശരിയല്ല എന്നാണോ? ജനം വെൽ ഗവേണൻസിനെതിരായിട്ട് വോട്ട് ചെയ്തു. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതിനെതിരെ ജനം വോട്ട് ചെയ്തു നിങ്ങൾ കരുതുന്നുണ്ടോ? വിടില്ല എന്ന് പറഞ്ഞിട്ട് 8-10 പടപടയെന്ന് വിടണം. ഇത്രയും മികവോടുകൂടി പ്രവർത്തിച്ച ഒരു സർക്കാരിനെ ജനങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചെങ്കിൽ, ആ മുന്നണിയെ തോൽപ്പിച്ചെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും? ജനങ്ങളുടെ പ്രശ്നമാണോ നിങ്ങളുടെ പ്രശ്നമാണോ? ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് പാഠം പഠിക്കുന്നവരാണ്. വിജയത്തിൽ നിന്നും പരാജയത്തിൽ. ഞാൻ അതാണ് പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചത്. അയാൾ നമ്മൾ വിചാരിച്ച ഒരു കച്ചവടക്കാരനല്ല. ശ്രീ പി ജി സുരേഷ്, ഞങ്ങൾ ഈ ചെയ്ത കാര്യങ്ങളോടൊന്നും നിങ്ങൾക്കോ എനിക്കോ, ഞാൻ ഡേറ്റ വെച്ചാ സംസാരിച്ചത്, തന്നെ പോലുള്ളവരെ പ്രോത്സാഹിപ്പിച്ചാലേ ആർക്കും അഭിപ്രായ ഭിന്നത ഉണ്ടാകില്ല. അവരുടെ കൺമുമ്പിലും അത് കാണുന്നുണ്ട്. തന്നോട് തർക്കിക്കാൻ ഞാനില്ല. എന്നിട്ട് ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മറ്റത്തെ കുറവുകൾ അവർ കണ്ടിട്ടുണ്ടാകും. ആ കുറവുകൾ ഞങ്ങൾ തിരുത്താമെന്നേ. എന്നാ പിന്നെ അതിനുശേഷം നമുക്ക് കണ്ടാൽ മതിയല്ലോ. ഞങ്ങൾ ഈ വരുന്ന 12-ാം തീയതി മുതൽ ജനങ്ങളുടെ ഇടയിലേക്ക് പോവാണ്. അങ്ങനെ തന്നെ വേണം. മുഴുവൻ നേതാക്കളും ഞങ്ങളുടെ സഖാക്കളും ജനങ്ങൾക്കിടയിലേക്ക്. ഞങ്ങൾക്ക് അനുകൂലമൊന്നുമില്ലല്ലോ, ഞങ്ങൾ മാത്രമാണ്. ഞങ്ങൾ പോവാണ് ജനങ്ങൾക്കിടയിലേക്ക്. ശ്രമിച്ചു നോക്കൂ. ഓൾ ദി ബെസ്റ്റ്. ഞങ്ങൾ അവരോട് സംസാരിക്കാൻ പോവാണ്. ഞങ്ങള് ഭൂമിയോളം ശിരസ് കുനിച്ച ജനങ്ങളെ കേട്ട് ഞങ്ങൾ ഇത്രയും ചെയ്തിട്ടും ഇനി എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾ മനുഷ്യരല്ലേ ഞങ്ങള്? ഇതിനൊക്കെ ചില രീതികളും മര്യാദകളൊക്കെ ഉണ്ട്. താൻ ആദ്യം അതൊക്കെ പഠിച്ചിട്ട് വാ. ഞങ്ങൾ മനുഷ്യരല്ലേ? ഞങ്ങൾ തിരുത്താം, എന്തു വേണമെങ്കിലും തിരുത്താം. നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. അങ്ങനെയല്ലേ പോവാ. ഈ ചെയ്ത കാര്യങ്ങള് മഹാമോശമാണെന്ന് എതിരാളികൾ പോലും പറയില്ല. ഇവർ ഒരുത്തരായതിനൊക്കെ കാരണം